കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നാണല്ലോ ഒരു പഴഞ്ചൊല്ല്. കേരളം കരയുന്ന കുഞ്ഞാണ്, സംശയമില്ല. പക്ഷേ കേരളം ഉറക്കെ ഉറക്കെ കരയുമ്പോഴും കേരളത്തിന് കഞ്ഞി, അല്ലെങ്കിൽ കേരളമാകുന്ന കോരന്റെ കഞ്ഞി കുമ്പിളിൽ തന്നെ പറഞ്ഞു വരുന്നത് കേന്ദ്ര ബജറ്റിൽ കേരളത്തിനുള്ള അലോട്ട്മെന്റിനെ കുറിച്ചാണ്. പ്രത്യേകമായി കേരളത്തിന്റെ പേര് ഒരിടത്തും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എടുത്ത് പറഞ്ഞില്ല ബജറ്റ് അവതരണ വേളയിൽ. എന്നാൽ കേരളം സ്വാഭാവികമായി പ്രതീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ആദ്യമായി ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്നും താമര വിരിഞ്ഞ അന്തരീക്ഷത്തിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി 75,000-ഓളം വോട്ടുകൾക്ക് ജയിച്ചു വന്നപ്പോൾ ഒരു MP-യെ കേരളം നൽകിയിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ വലിയൊരു വാഗ്ദാനമായിരുന്നു, ഞാൻ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ, ഒരു മന്ത്രിയായാൽ അല്ലെങ്കിൽ നല്ല നിലയിലായാൽ, ഞാൻ 10 മന്ത്രാലയങ്ങളെ കൊണ്ട് അവരെ കോർഡിനേറ്റ് ചെയ്യിപ്പിച്ച് കേരളത്തിന് വേണ്ടി ഒരു വടമായി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഞാൻ വലിച്ചു കൊണ്ടുവരും. ഈ വലിച്ചു കൊണ്ടുവരുന്നത് പോയിട്ട് തുള്ളി തുള്ളിയായിട്ട് ഒഴുകിപ്പോലും വരാനുള്ള ആനുകൂല്യങ്ങൾ പ്രഥമ ദൃഷ്ടിയാ കാണുന്നില്ല. ബജറ്റിന്റെ വിശാലമായ അനാലിസിസിൽ ഒരുപക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ കേരളത്തിന് പ്രയോജനകരമാകുന്ന ചില നിർദ്ദേശങ്ങൾ ഉണ്ടാവാം. പക്ഷെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നത് എയിംസ് ആണ്, മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അങ്ങനെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കോഴിക്കോടോ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും ഒരു ബ്രാഞ്ച് തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും ബജറ്റിൽ അതിനുള്ള വക ഇരുത്തി കാണുന്നില്ല. അതേക്കുറിച്ചൊരു പ്രഖ്യാപനം ഉണ്ടായില്ല. അതുകൊണ്ട് അത് ജലരേഖയായി മാറി. കേരളത്തിന്റെ ധനകാര്യമന്ത്രി ബാലഗോപാലും മുഖ്യമന്ത്രി ഒന്നും ഗൃഹപാഠം ചെയ്യാഞ്ഞിട്ടല്ല, 24,000 കോടിയുടെ ആവശ്യങ്ങളാണ് നമ്മൾ കേന്ദ്രത്തിന് പറഞ്ഞിരിക്കുന്നത്. കേരള പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആവശ്യങ്ങളെല്ലാം പറയുമ്പോഴും കേന്ദ്രം അതൊന്നും തന്നെ പരിഗണിച്ച മട്ടില്ല. പ്രളയ ദുരിതാശ്വാസം, കാരണം കേരളവും തമിഴ്നാടും ഒക്കെ ഏറെ പ്രളയ ദുരന്തം നേരിട്ട സംസ്ഥാനങ്ങളാണ്. അത് മാത്രമല്ല 2018 ദുരന്തം നമുക്കറിയാം, 19 ദുരന്തം നമുക്കറിയാം, ഈ അടുത്ത കാലത്തുണ്ടായ ദുരന്തങ്ങൾ അറിയാം. ഈ ദുരന്ത നിവാരണത്തിന് വലിയ തുക ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. തമിഴ്നാടും അതുപോലെ തന്നെയാണ്. ബീഹാറിനും ഒക്കെ വാരിക്കോരി ദുരന്ത നിവാരണത്തിന്, ആസാമിലും വെള്ളപ്പൊക്ക ഫ്ലഡ് റിലീഫ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ തുക വകയിരുത്തിയപ്പോൾ കേരളത്തിന്റെ കാര്യം പരിഗണിച്ചു പോലുമില്ല. അങ്ങനെ കേരളത്തിന് വേണ്ടി ലഭിച്ച വകയിരുത്തിയില്ല എന്ന് മാത്രമല്ല, കേരളത്തെ വകവരുത്തി എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കേരളത്തെ മനഃപൂർവ്വമായി വകവരുത്തിയതാണോ, സ്വാഭാവികമായി അലോട്ട്മെന്റ് വന്നപ്പോൾ കേരളത്തിന് വേണ്ട വിഹിതം കിട്ടിയില്ല എന്നാണോ? അതുപോലെ കടമെടുപ്പ് പരിധി നമുക്കറിയാം, കേന്ദ്രം അനുവദിക്കുന്നില്ല. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ വരുമാനം കൂട്ടാൻ, അല്ലെങ്കിൽ ഒന്നിനും പണമില്ല. ക്ഷേമ പെൻഷൻ 5 ഗഡു ഇപ്പോൾ അവതാളത്തിലാണ്. അതിൽ 1 ഗഡു ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നു, ഇനിയും കിടക്കുന്നു ബാക്കി. അപ്പോൾ ഇതെല്ലാം പെൻഡിങ് ആയി കിടക്കുമ്പോൾ കേരളത്തിന് ബജറ്റിലൂടെ എന്തെങ്കിലും ആശ്വാസങ്ങളോ പദ്ധതികളോ എന്തെങ്കിലും ലഭിക്കുമെന്ന മോഹമാണ്. നമുക്കാകെ ഉണ്ടായിരുന്ന പ്രധാന മോഹം എന്ന് പറയുന്നത് കേരളത്തിന്റെ മന്ത്രിമാർ സുരേഷ് ഗോപിയും അതുപോലെ ജോർജ് കുര്യനും, രണ്ടുപേരും സാമാന്യം നല്ല വകുപ്പുകളാണ്. സമുദ്രത്തിൽ നിന്നും പെട്രോളും ഡീസലും ഒക്കെ, അതായത് എണ്ണ പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ സഹമന്ത്രി ചുമതല കൂടിയുണ്ട് നമ്മുടെ മന്ത്രിമാർക്ക്. അത് മാത്രമല്ല ടൂറിസത്തിന്റെ സഹമന്ത്രി കൂടിയാണ് കുര്യൻ. അപ്പോൾ നമുക്ക് ടൂറിസം രംഗത്ത് വലിയ വികസന സാധ്യതയുണ്ട്. അതിന് കേരളത്തിന് വേണ്ടി അനുവദിക്കപ്പെടുന്ന വിഹിതം എത്ര എന്നതിനെക്കുറിച്ചും ആശയക്കുഴപ്പം നേരിടുന്നു. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും പ്രഥമ ദൃഷ്ട്യാ കേരളത്തിന് കാര്യമായ നേട്ടങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആശ്വസിക്കാൻ കാര്യമായ നേട്ടമൊന്നുമില്ല. ആകെപ്പാടെ ആശ്വസിക്കാനുള്ളത് കേരളത്തിന്റെ മധ്യവർഗത്തിന്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മധ്യവർഗത്തെ പോലെ തന്നെ നികുതി സ്ലാബുകളിൽ, പുതിയ സ്കീമിലെ നികുതി സ്ലാബുകളിൽ വരുത്തിയ ചെറിയ മാറ്റങ്ങൾ, അത് ചെറിയ തോതിലൊരു ഗുണമുണ്ടാകും. ഒരു 17,500 രൂപയുടെ വാർഷിക കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. മധ്യവർഗം 10 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക്. അത് കേരളത്തിന് മാത്രം ബാധകമാകുന്ന ഒന്നല്ലെന്ന് ഓർക്കണം. അത് ഇന്ത്യയിലെ എല്ലാവർക്കും ബാധകമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് കേരളത്തിന് മാത്രമായി ബാധകമാകുന്ന വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട്, അതുപോലെ മറ്റ് തുറമുഖ വികസനം എന്നു വേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, ട്രേഡ് കോറിഡോറുകൾ, ഹൈവേ പദ്ധതി, ഇതിനെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ പലതിനും വലിയ തുക ചെലവഴിച്ചപ്പോൾ കേരളത്തിന്റെ കാര്യം പരാമർശിച്ചു പോലുമില്ല എന്നത് ഒരു വലിയ കല്ലുകടിയായി അവശേഷിക്കുന്നു.